ഹായ് ഫ്രണ്ട്സ്, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു എജ്യൂട്യൂട്ടർ. ഇന്ന് ഞാനൊന്നും പഠിപ്പിക്കാനായിട്ടല്ല വന്നിരിക്കുന്നത്. ഒരു കമൻറ്റ് കണ്ടു, ലാസ്റ്റ് മിനിറ്റിൽ എന്ത് പഠിക്കണം. അതൊരു ഡൗട്ട് തന്നെയാണ്. ഇനി പരീക്ഷയ്ക്ക് 1-2 ദിവസമേ ഉള്ളൂ, എന്ത് ചെയ്യണം? ഈ കുറേ വോല്യൂം 1 ഉണ്ട്, വോല്യൂം 2 ഉണ്ട്, എന്ത് പഠിക്കണം? അപ്പോൾ എൻ്റെ ഒരു അഡ്വൈസായിട്ട് ഇത്രയേ ഉള്ളൂ. ഞാൻ പറയുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പഠിക്കുക, അത്രേ എനിക്ക് പറയാനായിട്ടുള്ളൂ. അതിൽ നിന്നാണ് 100% ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് വരിക. ഓക്കെ, ഇനി ഈ എല്ലാ ക്വസ്റ്റ്യൻസും കൂടിയും ഇപ്പോൾ പഠിക്കുക അസാധ്യമാണ്. അപ്പോൾ അതിൽ നിന്ന് എന്തൊക്കെ പഠിക്കണം? അപ്പോൾ അങ്ങനെ സെലക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ടോപ്പിക്സാണ് ഞാൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അതിൽ നിന്നും സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാം കേട്ടോ. ഇനി അതിലേതാണ് ഇമ്പോർട്ടൻ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല, കാരണം ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത് ഞാനല്ലല്ലോ. അപ്പോൾ ഓഫ് കോഴ്സ് എനിക്കറിയില്ല. പിന്നെ ഞാനിപ്പോൾ ഏതെങ്കിലും വെറുതെ റാൻഡം ഇന്ന ക്വസ്റ്റ്യൻ പഠിക്കൂ എന്ന് ഞാൻ പറയുകയാണെങ്കിൽ തന്നെ അത് വന്നില്ലെങ്കിലോ? അപ്പോൾ എനിക്കങ്ങനെ പറയാൻ പറ്റില്ല. അതുമാത്രമല്ല, ഇപ്പോൾ MEG10 വേണ്ടി കുറച്ച് റെക്കമെൻഡേഷൻസ് വന്നതുകൊണ്ട് മാത്രമാണ് MEG10 ഇൻവോൾവ് ആയിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ളൂ. അപ്പോൾ അതിനിടയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം വീഡിയോസാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് അനലൈസ് ചെയ്ത് ഏതാണ് കൃത്യമായിട്ട് എക്സാമിന് വരിക എന്ന് അനലൈസ് ചെയ്ത് പറഞ്ഞിട്ടില്ല. അതേസമയം MEG7 എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റിയായിരുന്നു. ഒരു 14 ക്വസ്റ്റ്യൻസിൻ്റെ ക്രൈറ്റീരിയ കൊടുത്തിട്ട് ഇന്ന ടോപ്പിക്സേ വരൂ, അതേ വന്നിട്ടും ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനിയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് വേണം എന്നുള്ളവർ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യണം. അപ്പോൾ MEG10 ഇനി ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി ഇന്നും നാളെയൊന്നും ആയിട്ട് വീഡിയോസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ മാക്സിമം ഞാൻ പഠിപ്പിച്ചത് മാത്രമല്ല, അല്ലാത്തത് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ പഠിക്കാം കേട്ടോ. ഇറ്റ്സ് ഓൾ അപ്പ് ടു യു പീപ്പിൾ. സോ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ഒന്നും പഠിക്കാത്തവരോട് ഞാൻ പറയാം, ഒട്ടും പേടിക്കണ്ട. കാരണം ഇനി ഒരു ദിവസം കൂടിയുണ്ട്. ഇതിൽ ഞാൻ ചെയ്തിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടില്ലേ, ആ ക്വസ്റ്റ്യൻസുകൾ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് നന്നായിട്ടൊന്ന് പഠിക്കൂ, ആൻഡ് യു വിൽ ഗെറ്റ് എ ഗുഡ് റിസൾട്ട്. ഓക്കെ, അപ്പോൾ പരീക്ഷ കഴിയുമ്പോൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം ഓരോരുത്തർക്കും എത്ര മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, മാർക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അറിയില്ല. ഓക്കെ, എക്സാം ഈസി ആയിരുന്നു എന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് വന്നിരുന്നോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ. സോ താങ്ക് യു ആൻഡ് വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. ഗുഡ് ലക്ക്. മേ ഗോഡ് ബ്ലെസ് യു. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, വിഷ് യു ഹാപ്പി ക്രിസ്മസ് and also Happy New Year.